ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തോ ഇരുന്ന് പഠിക്കുവാണെന്നല്ല. നമ്മുടെ പാത്തുക്കുട്ടിക്ക് 1.5 വയസ്സ്, അതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും പാത്തുക്കുട്ടിയിലേക്ക് ഒന്നിനും സമ്മതിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഉറക്കി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി ജോലി നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതേ റെഡിയായി വന്നപ്പോഴത്തേക്കും പാത്തുക്കുട്ടി ഉണർത്തി പപ്പയോടെ കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് വെച്ച് വിചാരിച്ച ആൾക്ക് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ ഫുഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പോയി ലേറ്റ് ആവുകയാണെങ്കിൽ പണിയിട്ടില്ല. ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആളതെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട്, ഞങ്ങളെ കൈ നിൽക്കുന്നില്ല. പിന്നെ പപ്പത് എടുത്തുകൊണ്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പാത്തുക്കുട്ടിക്ക് ബോറടിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അകത്ത് പോയി സിസ്റ്റേഴ്സിനോടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഒരു ഇഞ്ചക്ഷനും കൂടിയുണ്ട്, അത് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടികളെ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ.